ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് കിച്ചൺ ഫോർ യുയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെറൈറ്റി ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ പച്ചത്തേങ്ങ തിരുമ്മി വറുത്ത് പൊടിച്ചാണല്ലോ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാറുള്ളത്. ഇത് കൊപ്ര കൊണ്ടുണ്ടാക്കുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത്. ഞാൻ ഹസീന നാസർ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. നമ്മൾ ഉപയോഗിക്കാതെ കിടക്കുന്ന തേങ്ങ ഉണങ്ങി കൊപ്ര ആകുമല്ലോ. അങ്ങനെ കൊപ്ര ആകുന്ന തേങ്ങ കൊണ്ടുള്ള ചമ്മന്തിപ്പൊടിയാണ് കാണിക്കുന്നത്. തേങ്ങ ഇടാറുള്ള മിക്ക വീടുകളിലും ഇതുപോലെ കുറച്ച് തേങ്ങ ഉണങ്ങി കൊപ്ര ആയി കിടക്കും. പുതിയ തേങ്ങ ഇടുമ്പോൾ നമ്മൾ ആ പഴയതെടുത്ത് വലിച്ചു ദൂരോട്ടെറിയും. ഞാനും പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് ഇതുപോലെ ഉണങ്ങിപ്പോകുന്ന കൊപ്രയെല്ലാം അരിഞ്ഞെടുത്ത് മിക്സിയിൽ പൊടിച്ച് ചമ്മന്തിപ്പൊടിയാക്കും. അല്ലെങ്കിൽ തീയലിനൊക്കെ എടുക്കാനുള്ള പാകത്തിന് പൊടിച്ച് വറുത്ത് വെക്കും. കണ്ടില്ലേ, ഇതുപോലെ ഉണങ്ങി കൊപ്ര ആയ തേങ്ങ ആണ്. നമ്മൾ എണ്ണയാട്ടാനൊക്കെ എടുക്കുന്ന കൊപ്ര തേങ്ങ ഇല്ലേ, അതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയ തേങ്ങ ആണ് ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഉണക്കത്തേങ്ങ എല്ലാം കട്ടി കുറഞ്ഞ് ഈ ഒരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്കിട്ട് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അരിയൊക്കെ പൊടിക്കുന്ന മിക്സിയുടെ ജാറില്ലേ, അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം. 2 3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് പീര പോലെ പൊടിഞ്ഞു കിട്ടും. നല്ലവണ്ണം പൊടിഞ്ഞു പോകാതെ ഈ ഒരു വലുപ്പത്തിൽ വേണം തേങ്ങാപ്പീര കിട്ടാനായിട്ട്. മിക്സിയിൽ ഇങ്ങനെ പൊടിച്ചെടുക്കുന്നതുകൊണ്ട് തേങ്ങാപ്പീരയെല്ലാം ഒരേ വലുപ്പത്തിന് കിട്ടുകയും വറക്കുമ്പോൾ എല്ലാം ഒരുപോലെ മൂത്ത് കിട്ടുകയും ചെയ്യും. പച്ചത്തേങ്ങ വറുത്തെടുക്കുന്ന സമയത്തിനേക്കാളും വളരെ കുറച്ച് സമയം മതി ഇതുപോലെ ഉണക്കത്തേങ്ങ വറുത്തെടുക്കുന്നതിന്. ഇങ്ങനെ 3 ജാർ കൊപ്ര മിക്സിയിൽ പൊടിച്ച് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ വെച്ച് ഒരു 3 മിനിറ്റ് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ഒന്ന് ചൂടായി കിട്ടുന്നിടം വരെ ഇളക്കി കൊടുക്കണം. ചൂടായി വന്നാൽ മതി. ഉണക്കത്തേങ്ങ ആയതുകൊണ്ട് വെള്ളമൊന്നും വലിഞ്ഞു കിട്ടാനില്ല. നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങാപ്പീര നല്ലവണ്ണം ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുഴുവൻ കുരുമുളകും, 1 സ്പൂൺ മുഴുവൻ മല്ലിയും, ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ കനം കുറഞ്ഞ് വട്ടത്തിലരിഞ്ഞതും. പെട്ടെന്ന് മൂത്ത് കിട്ടാൻ വേണ്ടിയാണ് കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നത്. 5-6 കഷ്ണം ചുവന്നുള്ളി അരിഞ്ഞതും. ഉള്ളി ചേർക്കുന്നതുകൊണ്ട് ചമ്മന്തിപ്പൊടി പെട്ടെന്ന് കേടൊന്നും ആകത്തില്ല. നമ്മൾ ചേർക്കുന്ന ഉള്ളി നല്ലവണ്ണം മൂത്ത് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഉള്ളി ചേർക്കുന്നതുകൊണ്ട് ചമ്മന്തിപ്പൊടിക്ക് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള ഒരു 20 വറ്റൽമുളകാണ്. എരിവ് കുറവ് വേണ്ടിയവരാണെങ്കിൽ പകുതി കാശ്മീരി മുളകും പകുതി എരിവുള്ള മുളകും കൂടി ചേർത്ത് കൊടുത്താൽ മതി. 20 വറ്റൽമുളക് ചേർത്ത് കൊടുത്തപ്പോൾ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ എരിവുണ്ടായിരുന്നേ. തേങ്ങ എല്ലാം പകുതി മൂത്ത് കിട്ടുന്നിടം വരെ വറുത്തെടുക്കാം. തേങ്ങ എല്ലാം ഇപ്പോൾ ഏകദേശം പകുതി മൂപ്പായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും വാളൻപുളിയും ചേർത്ത് കൊടുക്കാം. ഞാൻ വലിയ 6 തണ്ട് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള വാളൻപുളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വറുത്തെടുക്കണം. തേങ്ങാപ്പീര ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം. ഇപ്പോൾ തേങ്ങാപ്പീര മൂത്ത ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനിയും കുറച്ചും കൂടി മൂത്ത ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെ വറുത്തെടുക്കണം. തേങ്ങാപ്പീരയെല്ലാം മൂത്ത് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് കരിഞ്ഞു പോകാതെ സിമ്മിലിട്ട് വേണം നമ്മൾ വറുത്തെടുക്കാനായിട്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സ്റ്റൗ ഓഫ് ചെയ്തിട്ടാണ് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നതെങ്കിലും തേങ്ങാപ്പീര നല്ല ചൂടിലാണല്ലോ ഇരിക്കുന്നത്. ആ ചൂടിൽ കിടന്ന് കായപ്പൊടി മൂത്ത് വന്നുകൊള്ളും. ഇനി ഇതൊന്ന് തണുത്ത് വന്നതിന് ശേഷം വേണം നമുക്ക് മിക്സിയിൽ പൊടിച്ചെടുക്കാനായിട്ട്. മൂത്ത് വന്ന തേങ്ങ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ വറുത്ത പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ അത് പാത്രം ചൂടായതുകൊണ്ട് തേങ്ങയുടെ അടിഭാഗമെല്ലാം ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നിടം വരെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടും ഇരിക്കണം. ഇല്ലെങ്കിൽ ചൂടിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഞാൻ തേങ്ങാപ്പീരയെല്ലാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടേ. മാറ്റി കൊടുത്തിട്ട് നമ്മൾ 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പീരയുടെ ചൂട് നല്ലവണ്ണം പോകുന്നതിന് മുമ്പേ ചെറിയൊരു ചൂടോടുകൂടി വേണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനായിട്ട്. മിക്സിയുടെ ജാറിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാതെ ചെറിയ തരിതരിപ്പോടു കൂടി വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഉണങ്ങി വെറുതെ കളയുന്ന തേങ്ങ കൊണ്ട് നമുക്ക് ഇതുപോലെ വളരെ രുചികരമായും ദീർഘകാലം കേടുകൂടാതിരിക്കുന്നതുമായ ചമ്മന്തിപ്പൊടി തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.